السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم. بسم الله الرحمن الرحيم. قل متاع الدنيا قليل والآخرة خير لمن اتقى. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹു പറയുകയാണ്, നബിയെ പറയുക, ഇഹലോകത്തെ സുഖാനുഭവങ്ങൾ വളരെ തുച്ഛമാണ്, നിസ്സാരമാണ്. പരലോകമാണ് തഖ്വയുള്ളവർക്ക് കൂടുതൽ ഗുണകരം. തഖ്വ പാലിക്കുന്നവർക്ക് ഏറ്റവും ഗുണകരം പരലോക ജീവിതമാണ്. തഖ്വ എന്നാൽ ഇംതിസാലു അവാമിരില്ലാഹി തആല വജ്തിനാബു നവാഹിഹി ളാഹിറൻ വ ബാത്തിനൻ എന്നാണ് മഹാന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിക്കുകയും അനുസരിക്കുകയും അള്ളാഹുവിൻ്റെ വിലക്കുകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുക. ളാഹിറൻ വ ബാത്തിനൻ, രഹസ്യമായും പരസ്യമായും. അപ്പോൾ രഹസ്യമായും പരസ്യമായും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവരും അള്ളാഹു വിലക്കിയതിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരുമാണ് മുത്തഖീങ്ങൾ. അങ്ങനെയുള്ള മുത്തഖീങ്ങൾ ഭൗതിക ജീവിതത്തെ നിസ്സാരമായിട്ടാണ് കാണുക. കാരണം അത് നൈമിഷികമാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ, ഭൗതിക ജീവിതം നിങ്ങളെ വഞ്ചിച്ചു കളയാതിരിക്കട്ടെ. മഹാന്മാർ പറയുന്നത്, ഹലിദ് ദുനിയാ വമാ ഫീഹാ ജമീഅ ഭൗതിക ജീവിതം പകലിൻ്റെ കൂടെ നീങ്ങിപ്പോകുന്ന നിഴൽ പോലെയാണ്. നിഴൽ നീങ്ങിക്കൊണ്ടിരിക്കും. നിഴൽ സ്ഥിരമായി നിലകൊള്ളുകയില്ല എന്നതുപോലെ നിഴൽ പോലെയാണ് ഭൗതിക ജീവിതം. ഇവിടുത്തെ സുഖാനുഭവങ്ങളും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ മുത്തഖിയായ ഒരു സത്യവിശ്വാസി അവൻ ചെയ്യുന്ന മുഴുവൻ കർമ്മങ്ങളും ഇബാദത്തുകളാക്കി തീർക്കാൻ നല്ല നിയ്യത്തോടുകൂടി കർമ്മങ്ങൾ അനുഷ്ഠിക്കുക എന്നത് അനിവാര്യമാണ്. ആദത്തുകളെ ഇബാദത്തുകളാക്കുന്ന പ്രക്രിയക്കാണ് നിയ്യത്ത് എന്ന് പറയുന്നത്. നാം ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും, നമ്മുടെ വാക്കും നോക്കും പ്രവൃത്തിയും ചിന്തയും എല്ലാം നല്ല നിയ്യത്തിലാകുമ്പോൾ ഇബാദത്തുകളായിത്തീരുന്നു. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസിയുടെ ജീവിതം മുഴുവൻ നല്ല നിയ്യത്തിലാണെങ്കിൽ ഇബാദത്തുകളാക്കി തീർക്കാൻ കഴിയും. സത്യവിശ്വാസികൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ പുഞ്ചിരിക്കുന്നത്, പരസ്പരം ഹസ്തദാനം ചെയ്യുന്നത് എന്ന് വേണ്ട, അവൻ ചെയ്യുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും നല്ല നിയ്യത്തിലാണെങ്കിൽ ഇബാദത്തുകളാക്കി എടുക്കാൻ സാധിക്കും. അങ്ങനെ പുണ്യകർമ്മത്തിൻ്റെ വലിയ സമ്പാദനം നമുക്കുണ്ടാക്കിയെടുക്കാൻ കഴിയണം. വലിയ സമ്പാദ്യം നമുക്കുണ്ടാക്കിയെടുക്കാൻ കഴിയണം. നാം ചെയ്യുന്ന ഏതൊരു കാര്യവും ഇബാദത്തുകളാക്കിയെടുക്കാൻ കഴിയണം. അത്തരക്കാരിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി തരട്ടെ. പരിപൂർണമായും അള്ളാഹു വിലക്കിയതിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. വഗ്ഫിർ ലനാ വലിവാലിദീനാ വലിഅസ്സാതിദിനാ വലിഅസ്വാജിനാ വലിഔലാദിനാ വലിജമീഇൽ മുഅ്മിനീൻ വർഹംനാ വഇയ്യാഹും ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.